ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രി ഒരാഴ്ചക്കകമെന്ന് ആം ആദ്മി. അദീഷ മർലേനയ്ക്ക് പ്രഥമ പരിഗണന. കെജ്രിവാളിന്റെ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നുവെന്ന് മന്ത്രി സൗരഭ് ഭരദ്വാജ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വകാര്യത ലംഘിക്കുന്നുവെന്ന് WCC. വാർത്താ ഇടപെടലിൽ സ്വകാര്യ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോടതി നിർദ്ദേശം ലംഘിച്ച് മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് WCC. വാർത്താ ആക്രമണം തടയണമെന്നും ആവശ്യം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ പിടിയിലായത് ശാസ്താംകോട്ടയിൽ നിന്നും. അജ്മലിനെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസ്. അജ്മലും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറും മദ്യപിച്ചിരുന്നുവെന്ന് സ്ഥിരീകരണം. ഇടിച്ച ശേഷം നിർത്താതെ ശരീരത്തിലൂടെ കാർ ഓടിച്ചു കയറ്റി. നിപ്പ ബാധിച്ച് യുവാവ് മരിച്ച മലപ്പുറം തിരുവാലിയിൽ ജാഗ്രത തുടരുന്നു. ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി. രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താനായി സർവേ ആരംഭിച്ചു. അതിരപ്പിള്ളിയിൽ കാറിന് നേരെ കാട്ടാൻ ആക്രമണം. കാർ ആന അടിച്ചു തകർത്തു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ആക്രമണം പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാലടി ഗ്രൂപ്പിലെ കല്ലാല എസ്റ്റേറ്റ്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വെടിവെപ്പ്. സംഭവം ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിൽ കളിക്കുന്നതിനിടെ ട്രംപ് സുരക്ഷിതൻ. അക്രമിയെ കസ്റ്റഡിയിലെടുത്ത് സീക്രട്ട് സർവീസ്.